പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ ആഹാ. പൈതലാം യേശുവേ എന്ന ഈ ഒരേയൊരു ഗാനത്താൽ തന്നെ മലയാളികൾക്ക് സുപരിചിതനായി തീർന്ന സംഗീതജ്ഞനാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കലച്ചൻ. പ്രശസ്ത ഗായകരെ അണിനിരത്തി നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ഈ വൈദികൻ ഒരു കർമ്മലിത്ത സന്യാസ സമൂഹത്തിലെ അംഗമാണ്. കർമ്മല മാതാവിൻ്റെ അനുഗ്രഹങ്ങളും സംരക്ഷണവും സ്വജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാതൃസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയും സ്നേഹവും ആദ്യമായി എനിക്ക് പകർന്നു തന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഇതാണ്. എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ ഒരു നല്ല ചിത്രമുണ്ട്. അമ്മ ആ ചിത്രത്തിലേക്ക് പലപ്പോഴും നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തൊട്ടുമുത്തുന്നതും പലപ്പോഴും എന്നെ കൈക്ക് പിടിച്ച് ആ ചിത്രം തൊട്ടുമുത്താനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ അപ്പച്ചൻ എനിക്ക് 4 വയസ്സ് തികഞ്ഞതിന് മുമ്പ് മരിച്ചുപോയി. അന്ന് എൻ്റെ അമ്മയ്ക്ക് 30 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എന്നാൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബേസിൽ ഡൽഹിയിൽ ചേട്ടന് ജോലി കിട്ടി. ചേട്ടൻ നേരെ താഴെയുള്ള എൻ്റെ 2 അനിയന്മാരെയും, അതായത് എൻ്റെ കൊച്ചേട്ടനെയും എൻ്റെ അനിയനെയും ഡൽഹിക്ക് ജോലി മേടിച്ചു കൊടുത്ത്, പിന്നെ അമ്മയെയും ഡൽഹിക്ക് കൊണ്ടുപോയി. ഞാൻ സെമിനാരിൽ ചേർന്നതുകൊണ്ട്, സന്യാസഭയിൽ ചേർന്നതുകൊണ്ട് ഞാൻ ഇവിടെയായിരുന്നു. പിന്നെ എൻ്റെ പങ്ങളും വിവാഹം കഴിച്ച് ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ അമ്മ ഡൽഹിക്ക് പോയപ്പോൾ ഈ ചിത്രവും കൂടെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ പട്പട്ഗഞ്ച് അവിടെയാണ് എൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റ്. ആ ചേട്ടൻ്റെ വീട്ടിൽ ഈ ചിത്രം ഇപ്പോഴും കാണാം. അമ്മ എന്നെ മാതാവിലേക്കുള്ള ഭക്തി, മാതാവിലേക്ക് കൈപിടിച്ച് എന്നെ അടുപ്പിച്ചത് ജപമാലയിലൂടെയാണ്. അതായത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വൈദികനാകണം, അച്ഛനാകണം. ആരും എന്നോടത് പറഞ്ഞു തന്നിട്ടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ നെയ്ബേഴ്സ്, അയൽവാസികളൊക്കെ എന്നോട് ചോദിക്കും ആരായിത്തീരും കൊച്ചുനാളിൽ. ഞാൻ അച്ഛനാവുമെന്ന് പറയും. അതുകൊണ്ട് എന്നെ പലരും കൊച്ചച്ഛനാണ് വിളിച്ചിരുന്നത്. അമ്മ അതുകൊണ്ട് ആ കൊച്ചുനാളിൽ മുതൽ എനിക്കൊരു വൈദിക പരിശീലനം തന്നു തുടങ്ങി. ആദ്യമായിട്ട് അമ്മ ചെയ്തത്, ഞങ്ങളെല്ലാവരും ജപമാല ചൊല്ലുമ്പോൾ അമ്മ എന്നോട് മാത്രം പറയും, മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലണം, കൊന്ത ചൊല്ലണം, കാരണം ഞാൻ അച്ഛനാകാനുള്ളതാണെന്ന് പറയും. അതിനുശേഷം എല്ലാ ശനിയാഴ്ചയും അമ്മ എന്നോട് പള്ളിയിൽ പോയി കുമ്പസാരിക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ ആ ദൈവമാതൃഭക്തി എന്നിലേക്ക് ഇങ്ങനെ വളർന്നു കൊണ്ടുപോയിരുന്നു.
ഫാത്തിമ മാതാവിൻ്റെ സ്റ്റാച്യു, പിൽഗ്രിം സ്റ്റാച്യു വന്നപ്പോൾ അത് കേരളത്തിൽ വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ കൊച്ചുനാളിൽ ഞാൻ ഗായക സംഘത്തിലെ ഒരംഗമായിരുന്നു. ഫാത്തിമ മാതാവിൻ്റെ സ്റ്റാച്യു ആലപ്പുഴയിൽ നിന്ന് പള്ളുരുത്തി വെളിയിലേക്കുള്ള ലോറിയിൽ കൊണ്ടുവരുമ്പോൾ അലങ്കരിച്ച ഒരു ലോറിയിൽ കൊയറുണ്ടായിരുന്നു. അതിൽ ഞാൻ നിന്ന് പാടിയിരുന്നു, മാതാവിൻ്റെ കീർത്തനങ്ങളാണ് പാടിയിരുന്നത്. ആ ലോറിയിൽ കൊച്ചിയിലെ നേവി ബാൻഡ് സെറ്റാണ് ഉണ്ടായിരുന്നത്. അതിലെ ബാൻഡ് മാസ്റ്റർ ഞാൻ വളരെ ശ്രദ്ധിച്ചു. അയാളുടെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു. ഫ്രീ ആയിരിക്കുമ്പോഴെല്ലാം കൊന്ത ചെല്ലുന്നത് ഞാൻ കണ്ട്. അതെന്നെ വളരെയധികം ആകർഷിച്ചു. അതുപോലെ തന്നെ ഞാൻ ആലപ്പുഴ ലിയോ 13 സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മൗണ്ട് കാർമൽ കത്തീഡ്രൽ പള്ളിയിൽ ഞായറാഴ്ച ദിവസം വൈകുന്നേരം വാഴുണ്ട്. ഫസ്റ്റ് ഫ്രൈഡേക്കും ആരാധനയും വാഴുണ്ട്. ഈ വാഴു കഴിയുമ്പോഴെല്ലാം അന്നത്തെ കൊയർ മാസ്റ്റർ ഗോമസ് എന്ന് പറയും, വലിയ ദൈവഭക്തനായിരുന്നു. അദ്ദേഹം ഓർഗൻ വായിച്ച് മാതാവിൻ്റെ പാട്ടുകൾ, ഇംഗ്ലീഷുള്ള പാട്ടുകളൊക്കെയാണ് പാടിയിരുന്നത്. അപ്പോൾ അതെല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചുനാളിൽ ഞാൻ അറിയാതെ തന്നെ ദൈവമാതൃഭക്തിയിലേക്ക്, മാതാവ് എൻ്റെ അമ്മയാണെന്നുള്ള ഒരു ചിന്ത എന്നിൽ ഉണ്ടായി. ഫോർട്ട് കൊച്ചിയിൽ ഒരു CSI ചർച്ചുണ്ട്. കൊച്ചുനാളിൽ അവിടുത്തെ പാസ്റ്റർ എൻ്റെ അമ്മയുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ടായിരുന്നു, പാസ്റ്ററിൻ്റെ വൈഫ്, കുടുംബം. എൻ്റെ അമ്മ തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂർ രൂപതയിൽപ്പെട്ടതാണ്. പക്ഷേ അമ്മയുടെ ചില ബന്ധുക്കൾ CSIയിലായിരുന്നു. അപ്പോൾ സമ്മർ ഹോളിഡേയ്സിന് അമ്മ എന്നെ ഈ പാസ്റ്ററിൻ്റെ അടുത്തേക്ക് വിട്ടിരുന്നു, അവിടെ താമസിച്ച് സമ്മർ 1-2 ആഴ്ച കഴിയാനായിട്ട്. അപ്പോൾ എല്ലാ രാത്രിയും ഈ CSI പാസ്റ്ററിൽ അവർക്ക് പ്രാർത്ഥനയുണ്ട്, ബൈബിളൊക്കെ വായിക്കും. എന്നാൽ എന്നോട് അടുത്ത മുറിയിൽ നിന്ന്, മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി കത്തീഡ്രൽ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് എനിക്ക് പട്ടമെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ അന്ന് ജപമാല ചൊല്ലാൻ പറഞ്ഞതും പള്ളിയിൽ പോകാൻ പറഞ്ഞതൊന്നും എൻ്റെ കൺവിക്ഷൻ കൊണ്ടൊന്നും അല്ല. പക്ഷേ അച്ഛൻ്റെ അമ്മ കൊച്ചുനാളിൽ എന്നെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ വളരണം, അതിന് വേണ്ടതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് അമ്മ പറഞ്ഞു തന്നിരുന്ന ഇതായിരുന്നു, എല്ലാ ദിവസവും ജപമാല മുട്ടിൽ നിന്ന് ചൊല്ലണം, അതുപോലെ തന്നെ പള്ളിയിൽ പോയി അവധിയായതുകൊണ്ട് കുർബാനയും കാണണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലും മാതാവിനോടുള്ള ഭക്തി എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കർമ്മല സഭയിലേക്ക് പരിശുദ്ധ അമ്മയാണ് തന്നെ വിളിച്ചതെന്ന് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ വിവരിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു. പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയായി മാറിയ അനുഭവം അദ്ദേഹം ഓർത്തെടുക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം എൻ്റെ അമ്മയാണ് എന്ന് സ്വയം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് എൻ്റെ ദൈവവിളിയുടെ പ്രോസസ്സിലാണ്. എനിക്ക് കൊച്ചുനാളിലെ വൈദികനാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. SSLC കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സന്യാസ സഭയിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഏത് സന്യാസ സഭയിലാണ് പോകേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മൈനർ സെമിനാരി, കൊച്ചി മൈനർ സെമിനാരിയിൽ ചേരാൻ പറഞ്ഞു. ഞാൻ കൊച്ചി രൂപതയിൽപ്പെട്ടതാണല്ലോ, കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ഇടവക കൊച്ചി രൂപതയുടെ ഭാഗമാണ്. 2 വർഷത്തെ സെമിനാരി കോഴ്സിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെയാണ്, ഏത് സന്യാസ സഭയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ദൈവം കാണിച്ചു തരും, ഇതാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഞാൻ സെമിനാരിയിൽ, കൊച്ചി സെമിനാരിയിൽ പ്രവേശിച്ചു. അന്ന് ഈ സെമിനാരി
നടത്തിയിരുന്നത് ആലപ്പുഴ സേക്രഡ് ഹാർട്ട് സെമിനാരി. അത് റൺ ചെയ്തിരുന്നത് ജെസ്വിറ്റ് ഫാദേഴ്സായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ജെസ്വിറ്റ് ട്രെയിനിങ് ആണ് അവിടെ കിട്ടിയത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് 16 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് സ്വയം തോന്നിയതാണ്. ഇത് 1952 ഞാൻ SSLC പാസ്സാകുന്നത്. മാർച്ചിൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ജൂണിൽ ഞാൻ സെമിനാരിയിലാണ്. രാത്രി മറ്റെല്ലാ സെമിനാരി ഞങ്ങളന്ന് ഡോർമെട്രിയിലാണ് കിടന്നിരുന്നത്. എല്ലാവരും കിടന്നു എന്ന് എനിക്ക് തോന്നിക്കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് മുട്ടിൽ നിന്ന് ഒരു എക്സ്ട്രാ റോസറി ജപമാല ചൊല്ലി. അതോടുകൂടി രാജകന്യകെ, പരിശുദ്ധരാജ്ഞി, ഹെയ്ലോളി ക്വീൻ, മെമ്മറാര്, എത്രയും ദയുള്ള മാതാവ്, ഈ 3 പ്രാർത്ഥനയെ ഞാൻ ചൊല്ലിയിട്ട് മാതാവിന് കാഴ്ചവെക്കും. ഞാൻ ഏത് സഭയിലാണ് ചേരേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണം. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ഒരു ദിവസവും ഞാൻ മുടങ്ങിയിട്ടില്ല. ആ ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയർ മൈനർ സെമിനാരിയുടെ അവസാന കാലത്ത് അവിടെ ഞങ്ങൾക്കൊരു ഫിലിം കൊണ്ടുവന്ന് കാണിച്ചു തന്നു, സൈലൻറ്റ് മൂവി, സെൻറ്റ് ആൻ്റണി. അപ്പോൾ അതിൽ ഞാൻ സെൻറ്റ് ആൻ്റണിയെ കണ്ടത് പ്രസംഗിക്കുന്നു, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കതാണ് വേണ്ടത്. അപ്പോൾ അന്ന് ഞാൻ രാത്രി 10 മണിയായി മൂവി കഴിഞ്ഞപ്പോൾ. അന്നൊക്കെ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ പാതിരയായതിന് തുല്യമാണ്. വേറെ ഒന്നുമില്ല. അന്ന് TV ഇല്ല, റേഡിയോ ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഡോർമെട്രിയിൽ ചെന്ന് ഞാൻ അന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അതേ സമയത്ത് ഒരു ഫ്രാൻസിസ്കൻ ആകാനോ കപ്പൂച്ചൻ സഭയിൽ ചേരാനോ ഉള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ രാത്രി മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി, എത്രയും ദയുള്ള എന്നുള്ള പ്രാർത്ഥന ചൊല്ലി, രാജകന്യക എന്നുള്ള ഹേലോളിക്കണം അതും ഞാൻ ചൊല്ലിയിട്ട് അന്ന് ഞാൻ വാസ്തവത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്. ഞാൻ എവിടെയാണ് ചേരേണ്ടതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോഴെനിക്കുണ്ടായ ഒരു സംഭവം, അന്നെനിക്കത് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ ഞാൻ മിസ്റ്റിക്കൽ തിയോളജി പഠിച്ചതുകൊണ്ട് അതെന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ശരിക്കും ഒരു വിഷൻ, ദർശനമാണ് ഉണ്ടായത്. ഞാൻ വലിയൊരു സ്ക്രീൻ കണ്ടു. അതിലൊരു കാർമലൈറ്റ് പ്രീസ്റ്റ്, ഒരു കർമ്മലീത്ത വൈദികൻ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു. അപ്പോഴെനിക്ക് തോന്നി എൻ്റെ ദൈവവിളി കർമ്മലീത്ത സഭയിലേക്കാണ്. ഞാൻ എഴുന്നേറ്റ് കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങി. ആ വർഷമാണ്, അതിനു മുമ്പ് കൊച്ചിയും ആലപ്പുഴയും ഒരു രൂപതയായിരുന്നു. അപ്പോൾ 52-53 കൊച്ചി രൂപത ആലപ്പുഴ രൂപതയും വിഭജിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയർ മൈനർ സെമിനാരി കൊച്ചി, ഫോർട്ട് കൊച്ചി ബിഷപ്സ് ഹൗസിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും രാത്രി, അതുപോലെ തന്നെ സമ്മർ ഹോളിഡേയ്സിന് ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഞങ്ങളുടെ പതിവായിട്ടുള്ള കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് മുട്ടിൽ നിന്ന് ഞാൻ ജപമാല ചൊല്ലിയും ഈ പ്രാർത്ഥന അമ്മയ്ക്ക് അറിയാമായിരുന്നു ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അമ്മ അത് വളരെ സന്തോഷത്തോടെയാണ് നോക്കി നിന്നിട്ടുള്ളത്. അങ്ങനെ സെമിനാരിൽ കയറിയപ്പോൾ പിന്നെയും ഞാൻ ഇത് തന്നെ തുടരുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണം ഞാൻ ചേരാനുള്ള സഭ കർമ്മലിത്ത സഭ തന്നെയാണോ എന്നുള്ളത്. ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് കർമ്മലിത്ത സഭയിലേക്കുള്ള കയറാനുള്ള ആഗ്രഹം അങ്ങ് വർദ്ധിച്ചു കൊണ്ടുവന്നിരുന്നു. എനിക്ക് കൊതിയായി തുടങ്ങി. എന്നാൽ അതേ സമയത്ത് കർമ്മലിത്ത സഭയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ആ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ എക്സാമിനേഷന് എനിക്ക് ഏറ്റവും നല്ല മാർക്കാണ് കിട്ടിയത്. അന്ന് എൻ്റെ പേപ്പറൊക്കെ വാല്യൂ ചെയ്ത മംഗലപ്പുഴ സെമിനാരിയിലായിരുന്നു. അപ്പോൾ കൊച്ചിൻ ബിഷപ്പ് അലക്സാണ്ടർ ഡേഴത്ത് പിതാവ് അദ്ദേഹം എനിക്ക് ലെറ്റർ തന്ന് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് പോകാൻ, തത്വശാസ്ത്രം, ഫിലോസഫി പഠിക്കാനായിട്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കർമ്മലിത്ത സഭയിൽ ചേരണമെന്നാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ്, ഇന്ന് വീട്ടിൽ വെച്ചാണ്, സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നല്ലോ, കുർബാന കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആരോടും പറയാം, അമ്മയോട് ഒരു വാക്കും വേണ്ടിയില്ല, ഞാൻ ഒളിച്ചു ഓടുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്കറിയാമായിരുന്നു എവിടെയാണ് കുട്ടികളെ കർമ്മലിത്ത സഭയിൽ സ്വീകരിക്കണമെന്ന്. ഞാൻ അവിടെ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്, ചക്യാമുറി ഇടവക,
അവിടെ നിന്ന് വടക്കേ അറ്റത്ത് നടന്ന് ചെന്ന് അവിടെ വഞ്ചി കയറി പെരുമ്പടപ്പെത്തി അവിടെ നിന്ന് നടന്ന് കുമ്പളങ്ങി വഴിയിൽ ചെന്ന് ബസ് പിടിച്ച് ചിറ്റൂർ ഇവിടെ റോഡ്, അതായത് സെമിത്തേരി മുക്കിൽ ഞാൻ ചെന്നു. കാരണം അവിടെയാണ് അന്നത്തെ ഞങ്ങളുടെ ആസ്പിരൻസ് ഹൗസ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അന്നത്തെ റെക്ടർ ഫാദർ ഫ്രാൻസിസ് ഗ്രിഗരിയാണ്. അദ്ദേഹം ഡാനിയൽ പിതാവിൻ്റെ അപ്പൻ്റെ അനുജനായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് ഈ തിരുവനന്തപുരത്തെ അച്ചാർ പറമ്പിൽ പിതാവിൻ്റെയും ജ്യേഷ്ഠനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയോടൊന്നും പറയാതെയാണ്, വീട്ടിൽ നിന്ന് ഒളിച്ചു പോകുന്നതാണ്. അതുപോലെ എൻ്റെ ബിഷപ്പ്, കൊച്ചിൻ ബിഷപ്പ് അലക്സാണ്ടർ ഇടയിൽ തിരുമേനിയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കർമ്മലീത്ത അംഗമാകണം, എന്നെ സ്വീകരിക്കണം, അവിടെ കർമ്മലീത്ത വൈദികനാകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരമ്മയുടെ അനുവാദമൊന്നും കൂടാതെ ഞങ്ങൾ ആരും ഇവിടെ എടുക്കില്ല. പിന്നെ പിതാവിൻ്റെ അനുഗ്രഹവുമില്ല. അതേ സമയത്ത് ഞാൻ കാണിച്ചു കൊടുത്ത മംഗലപ്പുഴ സെമിനാരിയിലേക്ക് പോകാനുള്ള എൻ്റെ ലെറ്ററും കാണിച്ചു കൊടുത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ ഇവിടെ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 18 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹം ഇരുന്ന ഒരു കൈയുള്ള ആ ചെയറിൽ ഞാനിങ്ങനെ പിടിച്ച് നിന്നിട്ട് ഞാൻ പറഞ്ഞേ, ഞാൻ പിതാവിൻ്റെ അനുഗ്രഹവും അനുമതിയും മേടിക്കാം, എൻ്റെ അമ്മയുടെ അനുവാദവും ഞാൻ മേടിക്കാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് തരണം എന്നെ സ്വീകരിക്കുമെന്ന്, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ എന്നെ കണ്ടിട്ട്, എന്നാൽ അതേ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടെന്നോ മറ്റോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഉടനെ തന്നെ എന്നെ നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലേക്ക് ബിഷപ്പിന് ഫോൺ ചെയ്തു. അപ്പോൾ അലക്സാണ്ടർ തിരുമേനി, അതായത് കൊച്ചിൻ ബിഷപ്പ് പറഞ്ഞ്, അങ്ങനെ ആഗ്രഹമാണെങ്കിൽ ചേർന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ അനുവാദം വേണമല്ലോ. ഞാൻ പറഞ്ഞത് അനുവദിക്കാതെ ഞാൻ പോകില്ലെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ ആസ്പിരൻസ് ഹൗസിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ആ കസിനെ കുമ്പളങ്ങിയിലേക്ക് വിട്ടു. ഞാൻ അവിടെ തന്നെ നിന്നു. കുമ്പളങ്ങിയിൽ ചെന്ന് അമ്മയോട് അനുവാദം ചോദിച്ച്, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വാസ്തവത്തിൽ അമ്മയ്ക്ക് ഞാനൊരു കർമ്മലിത്ത വൈദികനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു നിർബന്ധത്തിനും വഴിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അതെന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വന്ന് അമ്മയുടെ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ എടുത്തു. എനിക്കുണ്ടായ സന്തോഷം എന്താണെന്നറിയാമല്ലോ, ഞാൻ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എറണാകുളം ആസ്പിരൻസ് ഹൗസിലേക്ക് പോരുകയാണ്. ഞാൻ വളരെയധികം, അന്നെനിക്കറിയാം ഞാൻ വളരെ അമ്മയെ വിട്ടു പോരുന്ന എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ കരയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മനസ്സിന് ധൈര്യമായിരുന്നു. എന്നെ അങ്ങേയറ്റം അമ്മ ധൈര്യപ്പെടുത്തി. നല്ല അമ്മയുടെ ഉള്ളിൽ ദുഃഖമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ ഞാൻ 2 സെമിനാരി കോഴ്സ് 2 കൊല്ലം മൈനർ സെമിനാരിയിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേക ട്രെയിനിങ് ഒന്നും കർമ്മലിത്ത സഭയിൽ ആവശ്യപ്പെട്ടില്ല. 5-6 മാസം കഴിഞ്ഞപ്പോൾ, 5-6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. കാരണം അന്ന് ഈ മഞ്ഞമ്മൽ സഭയിൽ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ പുതിയ പ്രൊവിൻഷ്യൽ ഫാദർ ബെനവഞ്ചറാണ് എന്നെ അവിടെ നിന്ന് പോതന്നൂർ നൊവീഷ്യേറ്റിലേക്ക് കൊണ്ടുവന്നത്. അത് 1954 മെയ് 28-ാം തീയതി ഞാൻ നൊവീഷ്യേറ്റിൽ, 29-ാം തീയതി ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ച് ഞാൻ നൊവീഷ്യേറ്റിലേക്ക് കയറിയാണ്. അവിടെ എനിക്ക് ആ നൊവീഷ്യേറ്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വർഗമായിരുന്നു. അത്ര സന്തോഷമായി. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങിക്കിടന്ന ബാലനായ സാമുവേലിനെ ദൈവം വിളിച്ചതുപോലെ സഭയെക്കുറിച്ച്, കർമ്മലിത്ത സഭയെക്കുറിച്ച് ഒന്നും അറിയാത്ത എന്നെ മാതാവ് മകനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കർമ്മല മാതാവ് ആരാണ്, ഉത്തരീയ ഭക്തി എന്താണ്. അതുപോലെ ഞങ്ങളുടെ സഭയിലുള്ള വിശുദ്ധന്മാർ, ആവിലായ വിശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ്, എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ കൊച്ചുത്രേസ്യ പുണ്യവതി, ഇതൊക്കെ കണ്ട് എല്ലാ ദിവസവും എനിക്കൊരു റെവലേഷൻ പോലെയായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ നിത്യമായ ഈ ലോകത്തിലെ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രതീതിയാണ് എനിക്കന്ന് കിട്ടിയത്. ഈ വൈദികന്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഇദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിരവധി ഭക്തിഗാനങ്ങളുടെ പിറവിക്ക് കാരണമായ തന്റെ സംഗീത ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടെ നടന്നു നീങ്ങിയ നാൾ വഴികളെക്കുറിച്ചും ഇദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. പൊതുവെ എന്നെ എല്ലാവരും
അറിയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലാണ്. പൈതലാമേശുവേ എന്ന പാട്ട് ഞാൻ തന്നെ സംഗീത സംവിധാനം ചെയ്തതാണ്. ചിത്ര പാടി. അതിലൂടെയാണ് ചിത്ര ആദ്യകാലത്ത് ചിത്രയ്ക്ക് ആ ഒരു ഫെയിം ചിത്ര അറിയപ്പെട്ടത്. ചിത്രയ്ക്ക് അന്ന് 18-19 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഞാൻ മൊത്തം 29 പാട്ടുകൾക്കാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അതിൽ 25 യേശുദാസ് പാടി. ചിത്ര 1 പൈതലാമേശുവേ, കൂടാതെ ജെൻസി 2 പിന്നെ 1 പാടിയത് ബിജു നാരായണൻ. ഇതിൽ ആദ്യത്തെ എൻ്റെ ആൽബമാണ് തളിർമാല്യം, രണ്ടാമത്തേത് സ്നേഹപ്രവാഹം, മൂന്നാമത്തേത് സ്നേഹസന്ദേശം. അതിൽ 12 പാട്ടുകളുണ്ട്. അതിൽ 10 യേശുദാസ് പാടി, 2 ജെൻസിയാണ് പാടിയത്. അതിൽ എൻ്റെ ഒരു പാട്ടാണ് കർമ്മലനാഥേ വാഴുക. ആ പാട്ട് ആ കാസറ്റിൽ വരുത്താനായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം തരങ്കണിയിലാണ് പാട്ട് റെക്കോർഡ് ചെയ്തത്. കേരളത്തിൽ സംഗീത സംവിധാനം ചെയ്ത ആദ്യത്തെ വൈദികൻ ഞാനാണ്. അതുകൊണ്ട് പലർക്കും അറിയാൻ പാടില്ലായിരുന്നു എന്താണ് സംഗീതം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സംരംഭത്തിന് വന്നപ്പോൾ എനിക്ക് ആരുടെയും സഹായം കിട്ടിയില്ല, സാമ്പത്തിക സഹായം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ യേശുദാസ് എന്നെ സ്വയം, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് കുവൈറ്റിലാണ്, അദ്ദേഹമാണ് വോളണ്ടറി ചെയ്ത് ഇതിൻ്റെ പണമൊക്കെ ഇറക്കിയത്. അപ്പോൾ ഞാൻ യേശുദാസിനോട് പറഞ്ഞ് ഇനി എനിക്ക് സ്നേഹ സന്ദേശം 2 പാട്ടുകളുള്ള ഫീമെയിൽ വോയിസ് വേണമെന്ന്. അപ്പോൾ യേശുദാസ് ക്ഷണിച്ചതാണ് ഈ ജെൻസിയെ. പക്ഷേ അതിനു മുമ്പായിട്ട് ഞാൻ തരങ്കിണിയോട് പറഞ്ഞ് എനിക്ക് കർമ്മല മാതാവിൻ്റെ ഒരു പാട്ട് വേണം, കാരണം ഞാൻ കർമ്മല സഭയിലെ അംഗമാണ്, എനിക്ക് കർമ്മലിത്ത മാതാവിനുള്ള പാട്ട് ഞാൻ ഭക്തിയും സ്നേഹവും കാണിക്കേണ്ട ഒരു പാട്ടിലൂടെയാണ്. അപ്പോൾ തരങ്കിണി അത് സമ്മതിച്ചില്ല. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ആ കാസറ്റിൽ മാതാവിൻ്റെ പാട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻ്റുകാർ കാസറ്റ് മേടിക്കയില്ലെന്നാണ്. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ആ പാട്ട് വരണമെന്ന്. അതുകൊണ്ട് ഞാൻ CSI പാസ്റ്റേഴ്സിനൊക്കെ കാണാൻ പോയി. ആദ്യം ഞാൻ ഷൊർണൂർ പോയി. ഷൊർണൂർ CSI ബിഷപ്പുണ്ട്, അവിടെ ഞാൻ പോയി സംസാരിച്ചു. പിന്നെ എറണാകുളത്ത് CSI പള്ളിയിൽ പോയി. ഇത് 85 കാര്യമാണ് ഞാൻ പറയും, 1985. അതിനുശേഷം ഞാൻ ആലുവ CSI പള്ളിയിൽ പോയി, അവിടുത്തെ പാസ്റ്ററിനെ കണ്ടു. പിന്നെ UC കോളേജിൽ ഞാൻ കോളേജിൽ സംഗീതം പഠിപ്പിക്കുമായിരുന്നു. അവരെയാണ് പലപ്പോഴും ഞാൻ തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ ഭക്തിഗാനങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി റെക്കോർഡൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ ഇതാണ്, സിനിമാ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുന്നുണ്ട്, പിന്നെ മാതാവിൻ്റെ ഒരു പാട്ട് പാടിയുകൊണ്ട് ഒരു പ്രശ്നമില്ല, അച്ഛൻ ധൈര്യമായിട്ട് പോയി അത് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ സമ്മതിച്ചത് ഈ പാട്ടിടാനായിട്ട്. ഇപ്പോൾ കർമ്മലനാഥേ വാഴുക എന്നുള്ള പാട്ട് എഴുതിയത് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ രൂപതയിലെ അച്ഛൻ ഫാദർ ജോസഫ് പാറാംകുഴിയിലാണ്. അദ്ദേഹം തന്നെയാണ് പൈതലാമേശു എന്ന പാട്ടും എഴുതിയത്. അദ്ദേഹത്തിൻ്റെ 8 പാട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 7 യേശുദാസ് പാടി, 6 യേശുദാസ് പാടി, 1 ചിത്ര പൈതലാമേശു പാടി, പിന്നെ 1 ജെൻസിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തപ്പോൾ ഈ പാട്ട് കർമ്മലനാഥ എന്നുള്ള പാട്ട് ഇപ്പോൾ മാതാവ് എന്നെ നേരിട്ട് വിളിച്ചതാണ് കർമ്മല സഭയിലേക്കുള്ള. ആ സന്തോഷം കൊണ്ട് ഞാൻ കർമ്മല മാതാവിൻ്റെ ഒരു പടം എൻ്റെ മുമ്പിൽ വെച്ച്, ഞാൻ അമ്മയുടെ മകനാണല്ലോ, അപ്പോൾ ഒരു കുട്ടി അമ്മയോട് എങ്ങനെ വാത്സല്യവും സ്നേഹവും കാണിക്കുന്നു അത് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനത് രാഗം കൊടുത്തത്, സംഗീതം കൊടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഹാർമോണിയം വെച്ച് ഞാനിങ്ങനെ അങ്ങോട്ട് വന്നു. അത് കർമ്മലനാഥേ വാഴുക നിർമ്മല കന്യേ വാഴുക.
കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതല്ലമ്മേ. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതല്ലമ്മേ. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. ഈ പാട്ട് മുഴുവനും ചെയ്തതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് ടങ് ടട്ട ടങ് ടങ് ടട്ട ടട്ട ടങ് ടട്ട ടട്ട ടങ് 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 അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് ചെയ്തതാണിത്. ആ പാട്ട് ജെൻസിയാണ് പാടിയത്. അതോടെ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ 29 പാട്ടുകളിൽ എനിക്ക് മാതാവിൻ്റെ ഒരു പാട്ട് ഇടാൻ സാധിച്ചതിൽ അതെനിക്ക് ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും മലയാളികൾ ഈ പാട്ട് പാടുന്നുണ്ട്. പലരും പാടുമ്പോൾ തെറ്റിച്ചൊക്കെയാണ് പാടുന്നതെങ്കിലും ആ പാട്ട് ഇന്ന് കർമ്മല മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോഴും അല്ലാതെയും കർമ്മലനാഥേ വാഴുക എന്നുള്ള പാട്ട് പൊതുവെ എല്ലാവരും പാടുന്നുണ്ട്. in